ഇന്ന് എനിക്ക് അത്യാവശ്യം കോംപ്ലിമെൻറ്റ് കിട്ടിയ ഒരു മേക്കപ്പ് ലുക്കായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു കാം സോഫ്റ്റ് ഗ്ലാം മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയാം. പിന്നെ അത്യാവശ്യം ഗ്ലോയി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മേക്കപ്പ് അല്ലേ ഗ്ലോയി മേക്കപ്പ് ലുക്കായിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത്. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് നമുക്കൊന്ന് സ്കിൻ പ്രെപ്പ് ചെയ്താലോ. വിൻ്റർ ടൈം ആയതിനാൽ സ്കിൻ വളരെ ഡ്രൈ ആകും അല്ലേ. സോ ഐ ആം യൂസിങ് എ ഫേഷ്യൽ ഓയിൽ ഫോർ മൈ സ്കിൻ. സോ ഓയിൽ റിയലി ഹെൽപ്സ് ടു കീപ് മൈ സ്കിൻ ഹൈഡ്രേറ്റഡ് ആൻഡ് ഗ്ലോയിങ്. മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് സ്കിൻ പ്രെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളും അത് മിസ് ചെയ്യരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, ഞാൻ ഇതൊക്കെ ഇങ്ങനെ സ്കിൻ പ്രെപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ മേക്കപ്പ് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ അതിനു മുമ്പ് നിങ്ങളെ ഫേഷ്യൽ ഹെയറൊക്കെ കളഞ്ഞാലും നല്ല രസമായിട്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ മസ്റ്റായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണമല്ലോ. പിന്നെ ഇവിടെ വിൻ്റർ ടൈം ആയാലും എന്താണേലും ഞാൻ സൺസ്ക്രീൻ മാത്രം മിസ് ചെയ്യാറില്ല കേട്ടോ. ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ സൺസ്ക്രീൻ ആട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യണം. ഐ ഫീൽ ലൈക്ക് മൈ സ്കിൻ ജസ്റ്റ് ഡ്രിങ്ക്സ് ദിസ് ഇൻ. ഇറ്റ്സ് സോ ഹൈഡ്രേറ്റിംഗ് ആൻഡ് സ്മൂത്ത്. ഐ ലവ് ദാറ്റ്. ഇറ്റ്സ് വെരി ലൈറ്റ് വെയ്റ്റ്. ഈവൻ ഇഫ് ഐ ആം ഇൻ എ ഹറി ഇറ്റ് ഫീൽസ് സോ ഈസി ടു അപ്ലൈ. ഫീൽസ് റിയലി നാച്ചുറൽ, ലൈക്ക് നത്തിങ് ഇസ് സിറ്റിംഗ് ഓൺ മൈ സ്കിൻ. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഞാൻ യൂസ് ചെയ്തതിൽ സെക്കൻഡ് ഫേവറേറ്റ് ആണ് ഈ സൺസ്ക്രീൻ കേട്ടോ. ഞാൻ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യും. പിന്നെ നെക്കിൽ എന്താണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം കേട്ടോ. എന്ത് നിങ്ങൾ പ്രോഡക്റ്റ് യൂസ് ചെയ്താലും നെക്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യണത് എൽഫിൻ്റെ ഫിൽറ്ററാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, ഞാൻ അതിൻ്റെ ഫൗണ്ടേഷനൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് ഐ ലവ് ടു യൂസ് ദിസ് ഫിൽറ്റർ. ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്ത് യൂസ് ചെയ്തേക്കുന്ന ആൾക്കാർക്കൊക്കെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാൻ നോക്കാം. ഇത് അത്യാവശ്യം ഹൈ എൻഡ് ബ്രാൻഡായ ഷാർലറ്റ് ടിൽബറിയുടെ ഡ്യൂപ്പാന്നും കൂടി പറയാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാനിവിടെ ബ്ലഷ് ആട്ടോ, നാച്ചുറൽ ഫിനിഷ് തരാൻ വേണ്ടി. എനിക്ക് ബ്ലഷ് ഇല്ലാതെ ഒന്നും പറ്റില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ബ്ലഷ് യൂസ് ചെയ്യണം. അതും നാച്ചുറൽ ഫിനിഷ് തന്നെ. ഈ ഒരു ബെനിറ്റിൻ്റെ ബ്ലഷാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഞാനിവിടെ ഐ മേക്കപ്പ് ആട്ടോ ചെയ്യാൻ പോണത്. ഐ മേക്കപ്പിനായിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഇവിടെ ഹുദ ബ്യൂട്ടിയുടെ ഐ ഷാഡോ ആണ്. അത് കഴിഞ്ഞിട്ട് ഐബ്രോ പെൻസിൽ. ഞാൻ ഇവിടുത്തെ ബ്രാൻഡ് ആയതുകൊണ്ടാണ് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. പിന്നെ സാരി ആയതുകൊണ്ട് ഞാൻ ഐ ലാഷസ് വെക്കാമെന്ന് വിചാരിച്ചു. ഐ ലാഷസ് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ല എന്താണേലും. പിന്നെ ഐലൈനറൊക്കെ എഴുതി, പിന്നെ മസ്കാര എല്ലാം ഇട്ടു. ഇവിടുത്തെ ബ്രാൻഡായിട്ടോ എല്ലാം യൂസ് ചെയ്യണം. മസ്കാര വന്നത് റെവല്യൂഷൻ്റെ കേട്ടോ, അത് അവിടെ കിട്ടുമല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ലിപ്സിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും ഭംഗി ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഇല്ലേ. അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ഞാനിവിടെ അത് ലിപ് ലൈനർ യൂസ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് എല്ലാം ഇട്ട്. ഇതൊക്കെ ലോറിയലിൻ്റെയാണ്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കോമൻറ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ പറയാം കേട്ടോ ഏതൊക്കെ ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഞാൻ ലിപ് സീരീസൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പോയി എൻ്റെ പ്ലേലിസ്റ്റിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ മേക്കപ്പിൽ അവോയ്ഡ് ചെയ്യാത്ത ഒരു സംഭവമുണ്ട്. എൻ്റെ മേക്കപ്പ് ഒന്നും ഇട്ടില്ലേ പോലും ഈ ഒരു ലൈറ്റിൻ്റെ ഇട്ട് അത്യാവശ്യം നല്ല ഗ്ലോയി ആയിട്ട് നിൽക്കും. അപ്പോൾ ഹൈലൈറ്ററാണ് കേട്ടോ. എനിക്ക് മേക്കപ്പിൽ ഏറ്റവും ഇഷ്ടം ഹൈലൈറ്ററാണ്. അത് ഈ ഒരു ബ്രാൻഡ് എൻ്റെ ഫേവറേറ്റാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചും ഞാൻ അത്യാവശ്യം വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അതെല്ലാം ഇട്ട് ഇനി ഞാൻ എന്ത് ജ്വല്ലറിയൊക്കെ ഇടും എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. എന്നിട്ട് അതെല്ലാം ഇട്ട് ഞാൻ ഒരുങ്ങി. പിന്നെ ലാസ്റ്റായിട്ട് ഞാനിവിടെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. സെറ്റിംഗ് സ്പ്രേ ഏതിൻ്റെ ആണെന്ന് വെച്ചാൽ ഷാർലറ്റ് ടിൽബറിയുടെ സെറ്റിംഗ് സ്പ്രേ ആണ് യൂസ് ചെയ്യണത്. പിന്നെ ഞാൻ ജസ്റ്റ് എൻ്റെ സ്ട്രെയിറ്റ് ഹെയറൊക്കെ സ്ട്രെയിറ്റ് ചെയ്ത്. അപ്പം ഇത്രയല്ല. നിങ്ങൾക്ക് ഈ ഒരു മേക്കപ്പ് ലുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ഈ ഒരു ഇത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ വീഡിയോ ചെയ്ത് എല്ലാത്തിൻ്റെയും ഞാൻ എപ്പോൾ റെഡി ആയാലും വീഡിയോ ചെയ്ത് വെക്കാം, അങ്ങനെ അപ്ലോഡ് ചെയ്തില്ലെങ്കിലും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും നിങ്ങൾ എൻ്റെ ഓരോ വീഡിയോസിനും സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ Ocean501